ഹായ്, ഐ എം ശ്രീരാജ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഒരു ഷോറൂം റിവ്യൂവിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് XUV 700 ആണ് മഹീന്ദ്രയുടെ. ഈ വാഹനത്തിൻ്റെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് തോന്നിയൊരു എലമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി എനിക്ക് ഈ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ലോഗോ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എലമെൻറ്റാണ്. ആ ഒരു ഫ്രണ്ടിൽ ആ ഗ്രില്ലിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വലിയ ലോഗോയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോപ്പർ XUV ക്യാരക്ടർ, ഈ ഒരു SUV ഫീൽ ഈ വാഹനത്തിന് മഹീന്ദ്രയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഏറ്റവും മനോഹരമാക്കിയിരിക്കുന്നത് ഈ ഒരു ലൈറ്റാണ്. കാര്യം ഈ ഒരു LED ലൈറ്റ് തന്നെ ഈ ഒരു താഴേക്ക് ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ ഒരു ഫോഗ് ലാമ്പ് നമുക്ക് കാണാം. അങ്ങനെ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വളരെ വലിയൊരു അലോയ് വീല് നമുക്ക് കാണാം. ഈ അലോയ് വീലിൻ്റെ ഡിസൈൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് ആ ഒരു മഹീന്ദ്രയുടെ ലോഗോ ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ അങ്ങനെ ഒരു കാര്യമായ വ്യത്യാസങ്ങളൊന്നും നമുക്ക് കാണാനില്ല. ലൈക്ക് ഇതിൻ്റെ ഒരു A പില്ലർ B പില്ലർ C പില്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു പിയാനോ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് കാണാം. പിന്നെ വളരെ എൻലാർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ORVM ആണ്. അതിലും ഒരു ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ XUV 700 ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലാണ്. അതായത് ഈ ഹാൻഡിൽ നമുക്ക് ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വാഹനം തുറക്കാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ഒരു LED ലൈറ്റാണ്. അതും ഈ പറയുന്നത് പോലെ സൈഡ് പ്രൊഫൈലിൽ നിന്ന് ഒഴുകി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് XUV 700 എന്ന് പറഞ്ഞൊരു വലിയ പാക്കേജിംഗാണ്. ആ 700 ബ്ലൂ ഫിനിഷിലാണ്, ഒരു അക്വാ ബ്ലൂ ഫിനിഷിലാണ് അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് AX7 എന്ന് പറഞ്ഞ നമ്മളുടെ മോഡലാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ലോഗോ ഫ്രണ്ടിൽ കണ്ട അത്രയും ഒരു ഫ്രണ്ട് പ്രൊഫൈലിൽ കണ്ട അത്രയും വലിയൊരു ലോഗോ അല്ല. ഇവിടെ ബാക്ക് സൈഡിൽ ഒരു വളരെ ഒരു ചെറിയ ലോഗോ ആണ് കൊടുത്തിട്ടുള്ളത്. അതും അതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്ര വലിയ കാര്യമായ ബൂട്ട് സ്പേസ് ഒന്നും ഇല്ല. എന്നാൽ ഈ സീറ്റ് രണ്ടും ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ബൂട്ട് സ്പേസ്. പൊതുവേ ഇതുപോലുള്ള വാഹനങ്ങളുടെ തേർഡ് റോ എന്ന് പറയുന്നത് എപ്പോഴും അത്യാവശ്യം യൂസ്ലെസ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിൽ ചിന്തിക്കുമ്പോൾ ഈ രണ്ട് സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഒരു വലിയ ലഗേജസും അതുപോലെ ബാഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് XUV 700 എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റി പറയാനുള്ളത്. ബാക്കിയുള്ള നമുക്ക് അകത്ത് കിട്ടും. ഇതാണ് നമ്മുടെ XUV 700 ഇന്റീരിയർ എന്ന് പറയുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഈ വാഹനത്തിന് മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലമെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പഴയ മഹീന്ദ്ര XUV 700 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പഴയ മഹീന്ദ്രയുടെ പല വണ്ടികളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ലോഗോ ആയിരുന്നു. പക്ഷേ ഈ ഒരു പുതിയ ലോഗോ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാ വാഹനത്തിലും വളരെ മിനിയേച്ചറൈസ് ചെയ്തിട്ടുള്ള വളരെ ഒരു തിന്നായിട്ടുള്ള ഒരു ലോഗോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫീല് നമുക്ക് ഇതിന്റെ വാഹനത്തിന്റെ സീറ്റ് കയറി നിന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിന്റെ ഈ സൈഡ് കൺട്രോൾസ് ഒക്കെയാണ്. ഇത് ഈ സീറ്റിന്റെ മെമ്മറിയും അതുപോലെ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് മൂവ് ചെയ്യാം, അതുപോലെ സീറ്റ് മൂവ് ചെയ്യാം, അതുപോലെ ഒരു ലംബർ സപ്പോർട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു 3 പേരുടെ ഒരു പൊസിഷൻസ് നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ഒരു ഹൈലൈറ്റ്. ഇപ്പോൾ ഇതിനകത്തൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൺവീനിയന്റ് ആയിട്ട് നമുക്കൊരു നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചുറ്റിനും ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷ് ഉണ്ട്. പിന്നെ ഈ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്. ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിന്റെ ഡിസൈനിൽ തന്നെയാണ് ഇതിന്റെ ഒരു പവർ വിൻഡോയുടെ കൺട്രോൾസും സ്വിച്ചസും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ ലൈറ്റാണ്. ഇത്രയും വലിയൊരു വാഹനമാണ് നമ്മൾ ഓടിക്കുന്നത് എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കയറിയിരുന്നാൽ നമുക്ക് തോന്നത്തില്ല. അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഒരു സെൻട്രൽ കൺസോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ, ഒത്തിരി സ്വിച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഒരു ഗിയർ ലിവർ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വില കൊടുത്തുള്ള ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ നമുക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൽ അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, നോർമൽ ഹാൻഡ് ബ്രേക്ക് തന്നെയാണ്.
പിന്നെ നമ്മളൊരു കോക്പിറ്റിൽ വലിയ ഒരു സ്പോർട്സ് കാറിലൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു AC കൺട്രോൾസും കാര്യങ്ങളും എല്ലാം. ഒരു വലിയ കോക്പിറ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ ഫിലോസഫിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പോർട്സ് കാർ അതുപോലെ കോക്പിറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എല്ലാ കൺട്രോൾസും ഇവിടെ ഒരു സ്വിച്ചും അതുപോലെ AC-യുടെ കൺട്രോൾസ് ഒക്കെ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പനോരമിക് സ്റ്റൈലിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് അഡ്രിനോക്സിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്കും ബീജിന്റെയും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് ഈ വാഹനം കംപ്ലീറ്റ്. ഈ ഒരു ഇന്റീരിയർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി നിർത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഈ ഒരു വാഹനം ഒരു മീഡിയ ഡ്രൈവിന് കിട്ടിയിട്ടില്ല, ഒരു ഷോറൂം റിവ്യൂ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്കൊരു അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ സൺറൂഫ് എന്ന് പറയുന്നൊരു പനോരമിക് സൺറൂഫ് ആണ്. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട് സൈഡിനെ പറ്റി എനിക്ക് പറയാൻ. ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്ക് സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ മഹീന്ദ്ര XUV 700ന്റെ റിയർ സീറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, പഴയ മഹീന്ദ്ര വാഹനങ്ങളിലൊക്കെ കയറുമ്പോൾ നമുക്ക് ബാക്ക് സീറ്റൊക്കെ വളരെ ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുമായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ മഹീന്ദ്രയുടെ വണ്ടികളിൽ അങ്ങനെ ഒന്നുമല്ല. വളരെ കൺവീനിയൻ്റ് ആയിട്ട്, ലൈക്ക് ഒരു സെഡാൻ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നവർക്കാണെങ്കിൽ പോലും നോർമലി ഒരു SUV വാഹനങ്ങളിൽ വരുമ്പോൾ എല്ലാവരുടെയും ഒരു സീറ്റിംഗ് കംഫർട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഈ വാഹനത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. വളരെ കംഫർട്ടായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു തൈ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ കാര്യം ഉയർന്നിരിക്കുന്ന സെൻട്രൽ കൺസോളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്, ചെറിയ മൊബൈലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോൾഡർ ഉണ്ട്, 2 AC വെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഈ വാഹനം നമുക്ക് ഫ്രണ്ടിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു LED റീഡിംഗ് ലാമ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം രാത്രി നൈറ്റ് ഡ്രൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ സൺറൂഫും കൂടെ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഡ്രൈവൊക്കെ എൻജോയ് ചെയ്ത് പോകാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു ഹൈലൈറ്റ്. ഈ ഒരു സെക്കൻഡ് റോയിൽ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. വളരെ നല്ലൊരു റൂമീനെസ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്.